അസ്സലാമു അലൈക്കും, നമസ്കാരം. പ്രിയ സുഹൃത്തുക്കളെ, പല ആളുകൾക്കും ആഗ്രഹമുണ്ടാവും പോലീസ് ആകണമെന്നൊക്കെ. പക്ഷെ അത് എങ്ങനെ അത് ആകുക, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, അങ്ങനൊന്നും ചിലവർക്ക് അറിയില്ല. എന്തായാലും നമുക്ക് ജെമിനിയോട് ചോദിച്ചിട്ടുണ്ട് ഈ കാര്യത്തെക്കുറിച്ച്. ഇപ്പം ജെമിനി അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് നിങ്ങൾ കേൾക്കുക. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ജെമിനിയാണ്. താല്പര്യമില്ലാത്തവർ അൺഫോളോ ചെയ്യുക, താല്പര്യമുള്ളവർ വീണ്ടും നമ്മളെ ഫോളോ ചെയ്യുക. നമ്മൾ തുടർന്ന് ഇതുപോലെ വിഷയങ്ങളൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ജെമിനിയോട് ചോദിക്കാം. ജെമിനി, ഒരു വ്യക്തി പോലീസാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് അതിൻ്റെ പ്രൊസീജിയർ? ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായും കേരള പോലീസിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് വേണ്ട അടിസ്ഥാന വിവരങ്ങൾ താഴെ പറയുന്നവയാണ്. ഏത് തസ്തികയിലേക്കാണ് പോസ്റ്റ് നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്നതിനനുസരിച്ച് വിദ്യാഭ്യാസ യോഗ്യതയിലും മാറ്റം വരും. പ്രധാനമായും 3 രീതിയിലാണ് പോലീസിലേക്കുള്ള നിയമനം നടക്കുന്നത്. ഒന്ന്, സിവിൽ പോലീസ് ഓഫീസർ CPO. ഇതാണ് പോലീസിലെ എൻട്രി ലെവൽ തസ്തിക. വിദ്യാഭ്യാസ യോഗ്യത +2 പാസ്സായിരിക്കണം. പ്രായപരിധി സാധാരണയായി 18 മുതൽ 26 വയസ്സ് വരെ. സംവരണ വിഭാഗങ്ങൾക്ക് ഇളവുകൾ ലഭിക്കും. തിരഞ്ഞെടുപ്പ് രീതി: കേരള PSC, KPSC നടത്തുന്ന എഴുത്തു പരീക്ഷ, ശാരീരിക അളവെടുപ്പ്, ഫിസിക്കൽ മെഷർമെന്റ്, കായികക്ഷമതാ പരീക്ഷ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്നിവ വഴിയാണ് നിയമനം. 2, സബ് ഇൻസ്പെക്ടർ SI. നേരിട്ട് SI ആയി ജോലിയിൽ പ്രവേശിക്കാനുള്ള വഴി. വിദ്യാഭ്യാസ യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, ഡിഗ്രി. തെരഞ്ഞെടുപ്പ് രീതി: PSC നടത്തുന്ന വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കുക. ഇതിന് ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്ക് പുറമെ വിവരണാത്മക പരീക്ഷയും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ഉണ്ടാകും. തുടർന്ന് കായികക്ഷമതാ പരീക്ഷയും ഇന്റർവ്യൂവും നടക്കും. 3, IPS. ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാകാൻ ASP, SP തുടങ്ങിയവ. വിദ്യാഭ്യാസ യോഗ്യത: ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം, ഡിഗ്രി. തിരഞ്ഞെടുപ്പ് രീതി: കേന്ദ്ര സർക്കാർ നടത്തുന്ന സിവിൽ സർവീസ് പരീക്ഷ UPSC സിവിൽ സർവീസസ് എക്സാം പാസ്സാകണം. പോലീസിൽ ചേരാനുള്ള പൊതുവായ പ്രൊസീജിയറുകൾ: 1, PSC രജിസ്ട്രേഷൻ. ആദ്യം കേരള PSCയുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ, വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. 2, അപേക്ഷ സമർപ്പിക്കുക. പോലീസ് തസ്തികകളിലേക്ക് വിജ്ഞാപനം വരുമ്പോൾ ഓൺലൈനായി അപേക്ഷിക്കുക. 3, എഴുത്തു പരീക്ഷ. പൊതുവിജ്ഞാനം, കണക്ക്, ലാംഗ്വേജ് എന്നിവ ഉൾപ്പെടുന്ന പരീക്ഷയിൽ മികച്ച മാർക്ക് നേടണം. 4, കായികക്ഷമത. ഓട്ടം, ചാട്ടം തുടങ്ങിയ കായിക ഇനങ്ങളിൽ നിശ്ചിത സമയത്തിനുള്ളിൽ വിജയിക്കണം. 5, മെഡിക്കൽ പരിശോധന. കാഴ്ചശക്തിയും ശാരീരിക ആരോഗ്യവും പരിശോധിക്കും. 6, പരിശീലനം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പോലീസ് അക്കാഡമിയിൽ വെച്ച് കഠിനമായ പരിശീലനം, ട്രെയിനിങ് നൽകും. ഇത് വിജയകരമായി പൂർത്തിയാക്കിയാൽ ജോലിയിൽ പ്രവേശിക്കാം. ശ്രദ്ധിക്കാൻ: ഓരോ വർഷവും PSC നിയമങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അതിനാൽ കൃത്യമായ വിജ്ഞാപനം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ ഈ അന്വേഷണം ആർക്കെങ്കിലും... അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, കേട്ടല്ലോ, ഇതാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ. പോലീസ് ഒരാൾക്ക് എങ്ങനെ ആകണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ജെമിനി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പോലീസ് ആകണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ കമന്റിൽ പറയുക. പിന്നെ ഈ ഒരു വിഭാഗത്തിൽ പോലീസ് സേനയിൽ മുസ്ലിങ്ങൾ വളരെ കുറവാണ്. കാരണം എല്ലാവരും സ്വന്തമായിട്ടുള്ള ബിസിനസ്സാണ് ചെയ്യാൻ പോവുക. മക്കളെയൊക്കെ പോലീസൊക്കെ ആക്കാൻ ശ്രമിക്കുക. ഞാനൊക്കെ എൻ്റെ മക്കളോട് ഒരുപാട് പറഞ്ഞതാണ്. എന്താ ചെയ്യുക, എല്ലാവർക്കും മെഡിക്കൽ ഫീൽഡാണ് താല്പര്യം. അപ്പോൾ താല്പര്യത്തിനനുസരിച്ച് പോകും. എങ്കിലും നിങ്ങളുടെ മക്കളോട് നിങ്ങൾ മാക്സിമം പറയുക. ഓക്കെ.